ഹായ് ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും എക്സിക്യൂട്ടീവ് മലയാളി എന്ന ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു റോയൽ കരീബിയൻ്റെ വോയേജർ ഓഫ് ദ സീസ് എന്ന് പറഞ്ഞ ഈ ഒരു ക്രൂസ് ഷിപ്പിൽ 5 ഡേയ്സ് നമ്മൾ ക്രൂസ് ചെയ്യുന്നതിൻ്റെ 3-ാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ കോസമേൽ മെക്സിക്കോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കോസമേൽ മെക്സിക്കോ കുറച്ച് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതിനുശേഷം നമുക്ക് തിരിച്ച് ഷിപ്പിലേക്ക് പോകാം. കാരണം ഷിപ്പിലാണ് നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. അപ്പം രാവിലത്തെയും ഉച്ചക്കത്തെയും വൈകിട്ടത്തെ ഫുഡെല്ലാം അവിടെയുണ്ട്. റോയൽ കരീബിയൻ്റെ ഈ ഒരു ക്രൂസിങ്ങിൻ്റെ വീഡിയോ സീരീസിലെ കഴിഞ്ഞ എപ്പിസോഡുകളൊന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ അതെല്ലാം ആദ്യം പോയി കാണുക. ആ ഒരു സീരീസ് ഓഫ് വീഡിയോസിൽ നമ്മൾ ഫ്ലോറിഡയിൽ നിന്ന് ആദ്യം ഈ ഒരു ക്രൂസിൽ കയറുന്ന വീഡിയോസും അതുപോലെ തന്നെ ഷിപ്പിനുള്ളിലെ കുറേ അടിപൊളി വീഡിയോസും ഉണ്ട്. ഇതിപ്പം 3-ാമത്തെ ദിവസം വോയേജർ ഓഫ് ദ സീസ് എന്ന് പറഞ്ഞ ഈ ഒരു ഷിപ്പ് കോസ്മേൽ മെക്സിക്കോ എന്ന് പറഞ്ഞ ഒരു ഐലൻഡിൽ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിംഗ് കഴിഞ്ഞ് ഈ ഒരു ഐലൻഡിൽ വന്ന് ഇറങ്ങി ഈ ഒരു ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്ന കുറേ വിഷ്വൽസാണ് നമ്മൾ കണ്ടത്. അങ്ങനെ കുറച്ച് ദൂരമൊക്കെ ഒന്ന് നടന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റിലാക്സ് ചെയ്യാൻ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു 4-5 പേരടങ്ങുന്ന ഒരു മെക്സിക്കൻ സ്റ്റൈൽ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു 4-5 പേര് അവിടെ എന്തോ ഒരു പരിപാടി ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ ക്യാമറ എടുത്ത് ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി കുറച്ച് വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ എന്തോ പരിപാടി നടക്കാൻ പോവാണ്. കണ്ടില്ലേ, 4-5 പേര് മുകളിലോട്ട് കയറുന്ന കണ്ടോ. അതുപോലെ വേറൊരാളുടെ ഉണ്ടായിരുന്നു. ആ പുള്ളി നമ്മുടെ അടുത്ത് വന്ന് ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ടിപ്പ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മളൊരു $2-3 അവർക്ക് കൊടുത്തു. പ്രത്യേകിച്ച് നമ്മൾ ക്യാമറ ഒക്കെ പിടിച്ചുകൊണ്ട് നിന്നുകൊണ്ട് അതുപോലെ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് ടിപ്പൊക്കെ കൊടുത്തു. ഇതെന്താ പരിപാടി എന്നറിയാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പം ഞങ്ങളും അതുപോലെ ക്യൂരിയസ് ആയിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പം ഇത് ആൾക്കാർ മുകളിലോട്ട് കയറുന്ന കണ്ടുകൊണ്ട് കുറേ പേര് അവിടെ നിന്ന് പുറകിൽ നിന്നെല്ലാം വരികയാണ്. ഏകദേശം 4 ഷിപ്പ് ഞാൻ തന്നെ അവിടെ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു. 4 ഷിപ്പേലും 10, 2000, 3000 പേരുടെ ഷിപ്പുകളാണെങ്കിൽ എന്തോരം ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിരിക്കും ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വന്ന ഷിപ്പിൽ തന്നെ ഏകദേശം 4000 ആൾക്കാരും അതുപോലെ 1000 ക്രൂവും ഉണ്ട്. 5000 പേരുടെ ഷിപ്പാണ്. നമ്മുടെ തൊട്ടപ്പുറം ഉള്ളത് കുറച്ചുകൂടെ ചെറിയൊരു ഷിപ്പായിരുന്നു, 3000 പേരുടെ. പിന്നെ വേറൊരു തൊട്ടപ്പുറമുള്ളൊരു പോർട്ടിൽ വേറെ 2 ഷിപ്പും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് ഈ ഒരു പോർട്ടിൽ ഇറങ്ങുന്നുണ്ട്. ആ ഒരു ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള ഒത്തിരി സംഭവങ്ങൾ ഈ ഒരു പോർട്ടിലുണ്ട്. പ്രത്യേകിച്ച് മെക്സിക്കോയിൽ പോപ്പുലറായിട്ടുള്ള കുറേ സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. അവരുടെ പോപ്പുലറായിട്ടുള്ള ടക്കീലയും അതുപോലെ കുറേ ആൽക്കഹോളും അതുപോലെ വേറെ കുറേ ടൂറിസ്റ്റുകളെ പ്രത്യേകിച്ച് അട്രാക്റ്റ് ചെയ്യാനുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം വിഷ്വൽസ് നമുക്കിവിടെ കാണാം. അവരെന്തോ ഒരു പരിപാടി ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഇതിന് ഏറ്റവും നല്ല വ്യൂ കിട്ടിയിരിക്കുന്നത് ഇതേ ജോയിലുണ്ട്. ഇവിടെ എന്താ സംഭവം എന്ന് ഇവർക്ക് ഒരു ഐഡിയ കാണത്തില്ല. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? കാലേ കറങ്ങി താഴോട്ട് ഇറങ്ങുമോ? ആണോ? എനിക്കൊന്നും ആൾക്കാർക്കൊന്നും ഒരു ഐഡിയ ഇല്ല എന്താ നടക്കാൻ പോകുന്നത് അല്ലേ. ഞാനാണെങ്കിൽ ആലോചിക്കുന്നത് എന്താ ഇവർ ചെയ്യാൻ പോകുന്നത്. പാട്ടൊക്കെ ഉണ്ട്, ഡ്രമ്മൊക്കെ ഇട്ടടിക്കുന്നുണ്ട്. ഓ കേട്ടോ, പാട്ട് പാടുന്ന കേട്ടോ ഐഡിയ. അവർ മേളിയിരുന്ന് ഓക്കെ ഗൈസ്, അവർ നമ്മളോട് വന്ന് ഒരു ടിപ്പ് പോലെ സംഭവം ചോദിച്ചു. അത് ഓഫ് കോഴ്സ് നമ്മൾ കൊടുക്കണം ഗൈസ്. ഇതുപോലത്തെ ഒരു സംഭവം കാഴ്ചവെക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്ത് റിസ്ക് എടുത്ത് അവർ ചെയ്യുന്നതെന്ന് നോക്കിയാൽ അത് ഇത്രയും പേരെ കാണിക്കാൻ വേണ്ടിയാണ്. ഒരു സർക്കസ് പോലെ. അപ്പോൾ സർക്കസിന് കയറുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ടിക്കറ്റ് എടുത്ത് വേണം കയറാൻ. അപ്പോൾ അവർ നമ്മളോട് വന്നൊരു ടിപ്പ് ചോദിച്ചു. ഞാൻ $2 കൊടുത്തു. അതിൽ യാതൊരു നഷ്ടവും നമ്മൾ വിചാരിക്കരുത്. ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ആരെങ്കിലും ഒരു പ്രത്യേകിച്ച് മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലൊരു പൈസ ആയിട്ട് ചോദിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും പൈസ കൊടുക്കുക. കാരണം അവരുടെ തൊഴിലാണിത്. പ്രത്യേകിച്ച് ഞാൻ ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മളവർ വന്ന് ചോദിക്കുമ്പം ഒരു $2 കൊടുത്തില്ലെങ്കിൽ അത് നമുക്കും ഒരു സങ്കടമാണ്. ചെയ്യുന്ന ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് അത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കാം, നമുക്ക് ചിലപ്പം അറിയില്ലായിരിക്കാം. എങ്കിൽ പോലും നമ്മുടെ ഒരു സന്തോഷം അവരുടെ ഒരു സന്തോഷം അല്ലേ. കണ്ടോ, അവർ കാലയിൽ എന്തോ കെട്ടിയിട്ടിരിക്കുക. അതൊരു ചെറിയൊരു കയറിൻ്റെ ബലത്തിലാണ്. എന്തോരം റിസ്ക് എടുത്തായിരിക്കും അവരത് ചെയ്യുന്നത്. അവർ വർഷങ്ങളായിട്ട് ചെയ്യുന്നവരായിരിക്കാം. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. മേളിൽ പോയി അത് കെട്ടി കറങ്ങി വരികയാണ്. അതിൻ്റെ കൂടെ ഒരു മ്യൂസിക്കും കേൾക്കാം നമുക്ക്, ഒരു ഓടക്കുഴൽ പോലെ. ഉണ്ടോ, ഈ പുള്ളിയാണ് ആ ഒരു സൗണ്ട് അല്ലെങ്കിൽ ആ ഒരു പാട്ട് പോലെയുള്ളത് വരുന്നത്.
ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെയാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ കാണാൻ സാധിക്കും. അവിടെ പോയി മേളിൽ പോയി ആദ്യം കെട്ടി, അതിനുശേഷം താഴെ വന്ന്, ഇപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്കൊന്ന് തന്നെ കറങ്ങുന്നതാന്ന് തോന്നുന്നു. കാരണം അവിടെ നൂല് കെട്ടി എന്തോ ടെക്നിക്കാണത്. കഴിഞ്ഞു. എല്ലാം കറക്റ്റായിട്ടാണ് അവർ അവരങ്ങനെ ആ പരിപാടി റാപ്പ് ചെയ്തപ്പോഴത്തേക്കിനും നമ്മൾ പയ്യെ കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് കുറേ വിഷ്വൽസും ഒക്കെ ഷൂട്ട് ചെയ്തു. ഇവിടെ എന്തോ ഒരു ഗോഡ്, എന്തോ ഒരു ദൈവത്തിൻ്റെ ഒരു സംഭവമാണ് ആ എഴുതി വെച്ചിരിക്കുന്നത്. വായിച്ച് നോക്കിയപ്പം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ട് തോന്നി. അത് വായിച്ച് നിങ്ങൾക്ക് വേണേൽ വായിച്ച് നോക്കാം. നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്ത് പലതരം ദൈവങ്ങളുള്ള പോലെ ഇവിടെയും പല തര ദൈവങ്ങളും പല കാര്യങ്ങൾക്കായിട്ടുള്ള ദൈവങ്ങളും ഉണ്ട്. അപ്പം ഈ ഒരു ഐലൻഡിലെ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഗോഡോ ദൈവമായിരിക്കാം അത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവിടെ ഇടിക്കും മാച്ചിനും അവിടെ ഒരു പടം എടുക്കാനായിട്ട് ഞങ്ങൾ നിർത്തി. അവിടെ നമുക്ക് വേണമെങ്കിൽ പാരറ്റോ ഒരു ബേർഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇഗ്വാന എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് പടം എടുക്കാം. അതിന് $5 കൊടുത്താൽ നമുക്ക് അവർ പടം എടുത്ത് തരും. നല്ലൊരു ബിസിനസ് ഐഡിയ അല്ലേ? ഒരു ദിവസം ഒരു 19 കസ്റ്റമേഴ്സ് വന്നാൽ $5 വെച്ച് ചാർജ് ചെയ്താൽ എന്തോരം പൈസയാണ്. ഒരു ആനിമലിനെ വെച്ച് നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ബിസിനസ് ഉണ്ട്. അതിന് 2-3-4 പേരുണ്ട്, അവർക്കും ക്യാമറയുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഫോണിലും എടുക്കാം. മിക്കവാറും ആൾക്കാരൊക്കെ ഫോണിലാണ് പടം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഒന്നിൻ്റെയും ആവശ്യമില്ല ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ആകെ വേണ്ടത് ഒരു പെറ്റ് പോലെയുള്ള സംഭവമോ എന്തെങ്കിലും ഒരു യുണീക്കായിട്ടുള്ള സംഭവം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ബിസിനസ്. അപ്പം അതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആയിട്ട് തോന്നി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നടക്കാൻ തുടങ്ങി. കുറച്ച് ദൂരം നമുക്കിവിടെ എല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ച് നമ്മൾ നടക്കാൻ തുടങ്ങി. വളരെ രസകരമായിട്ടാണ് ഇവിടെ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. വളരെ വൃത്തിയായിട്ട് ഉള്ള സ്ട്രീറ്റുകളും അതുപോലെ ഒരു പ്രത്യേക രസമാണ് ഇവിടെ എല്ലാം കാണാനായിട്ട്. ഞാനിങ്ങനെ ഈ പോകുന്ന വഴിക്കെല്ലാം ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോരോ കടകൾ. അപ്പോൾ അവിടെയാണ് നമ്മുടെ ക്രൂസിൻ്റെ ഷിപ്പ് ആ ഭാഗത്തായിട്ടാണ് പോകുന്നത്. എന്തോ ഒരു എക്കോണമിക് ആക്ടിവിറ്റിയാണ് ഒരു ഷിപ്പ് ഇവിടെ വരുമ്പം ഇവിടെ ഉണ്ടാകുന്നത്. അതായത് ഒരാൾ 4000 പേരുള്ള ഷിപ്പേൽ ആൾക്കാരെല്ലാം വന്ന് ഇവിടെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുകയും ഫുഡോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെയ്യുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഷിപ്പിനെ ബേസ്ഡ് ആയിട്ടാണ്. അതായത് ഷിപ്പ് വരുന്നു, ആൾക്കാർ ഇറങ്ങുന്നു, ആൾക്കാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, ആൾക്കാർക്ക് ഷോപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ആൾക്കാരെല്ലാം കടയിൽ പോകുന്നു, ഓരോരോ പടങ്ങൾ എടുക്കുന്നു, ഒത്തിരി ആക്ടിവിറ്റീസ്. എന്ത് അടിപൊളി സംഭവമാണ് അല്ലേ? അപ്പോൾ ഈ ഒരു ഏരിയയിൽ ആൾക്കാരെല്ലാം ജീവിക്കുന്നത് ഇതുപോലെ ഒരു ഷിപ്പ് വരുമ്പം അവർ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന പൈസയാണ് ഇവിടെയെല്ലാം ഈ ഒരു സ്ഥലത്ത് കിടന്ന് കറങ്ങുന്നത്. അങ്ങനെ ഈ ഒരു വഴിയിലൂടെ നടന്നു പോയപ്പോൾ കണ്ട വേറൊരു കാഴ്ചയായിരുന്നു ഇത്. എന്ത് രസമായിട്ട് അവർ ഈ ഒരു ബീച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി പൈസ കൊടുത്ത് കയറുന്ന ഒരു സെറ്റപ്പാണ്. വളരെ രസകരമായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതൊരു റിസോർട്ടാണ്. ആ ഒരു റിസോർട്ടിൻ്റെ ഏറ്റവും ഫ്രണ്ടിലെ എൻട്രൻസിൽ അവരുടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെ കാണാൻ ഭയങ്കര ഇതൊരു പ്രത്യേക ഒരു അട്രാക്ഷൻ ഉണ്ട്. പഴയ കാലത്തെ ഒരു സെറ്റപ്പ് പോലെ. അങ്ങനെ ഇവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡ് സ്നാക്സ് ആയിട്ട് കുറച്ച് സംഭവങ്ങളാണ് മേടിച്ചത്. പക്ഷേ ഇത് ഭയങ്കര അഴുക്കായിരുന്നു. പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കട ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എക്സ്പെൻസീവ് ആയിരുന്നു, ഫുഡും അഴുക്കായിരുന്നു. പിന്നെ ഈ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് കുറേ കാഴ്ചകൾ കാണാം. അതിലൊന്ന് ഇതൊരു ഒത്തിരി ക്യൂബൻ സിഗാർസ് ഉള്ള ഒരു കടയായിരുന്നു. അവിടെയും നമുക്ക് കുറേ സിഗാർസും അങ്ങനെയുള്ള സംഭവങ്ങളും ഒക്കെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നടന്നങ്ങോട്ട് കുറച്ച് ദൂരം നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നടക്കുന്ന വഴിയിലെല്ലാം നമുക്കിങ്ങനെ കാണാം കുറേ കാര്യങ്ങൾ. അവിടെ കൂടുതലും ടാക്സികളാണ് അവിടെ ഓടുന്ന. ആ സൈഡിൽ റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒത്തിരി വണ്ടികളും ടാക്സികളാണ്. പ്രത്യേകിച്ച് ഈ ഒരു ക്രൂസിൽ വന്ന ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള ടാക്സികളാണ്. അതുപോലെ തന്നെ ആൾക്കാർ കുറേ നടക്കുന്നത് കാണാം. ഇത് ആക്ച്വലി ലോക്കലായിട്ടുള്ള ആൾക്കാരല്ല, ഇവരെല്ലാം വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ആ ഒരു ക്രൂസ് ഷിപ്പിലൊക്കെ വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ നടന്നു പോകുന്നത് കാണാം. അപ്പോൾ അങ്ങനെ നടന്ന് നമ്മൾ ഇവിടുത്തെ വിഷ്വൽസൊക്കെ കുറേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അങ്ങനെ ഫ്രണ്ടിൽ പോകുന്ന ആ ഒരു ചെങ്ങായി ഉണ്ടോ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, അതൊരു ഇഗ്വാനയാണ്. അപ്പം ഈ ഇഗ്വാന നമ്മൾ നേരത്തെ പടം എടുത്ത ആ ഒരു സ്ഥലത്തും ഉണ്ടായിരുന്നു ഒരു ഇഗ്വാന എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പോൾ നമ്മൾ
പെട്ടെന്ന് നടന്നങ്ങ് നീങ്ങി. അതുപോലെ ആ സൈഡിൽ തെങ്ങോ എന്തോ ഒക്കെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ടോ, നല്ല രസമായിട്ടാണ് അവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നടന്നു പോകുന്ന വഴിക്കാണ് ഈ ഒരു ബീച്ച് കണ്ടത്. അപ്പോൾ ഈ ഒരു ബീച്ചിലിരുന്ന് കുറച്ച് നേരം നമുക്ക് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചൊന്ന് പോയി നോക്കിയതാണ്. ഇത് സാധാരണ രീതിയിലുള്ള ബീച്ചല്ല കേട്ടോ, പെബിൾ ബീച്ചസാണ് കേട്ടോ, റോക്കാണ്, കല്ലുകളാണ്. ഇവിടെ ഇറങ്ങാനൊക്കെ പറ്റുമെന്ന് ചോദിച്ചാൽ പടമൊക്കെ എടുക്കാൻ അടാറ് ലുക്കാണ്. ഉണ്ടോ? വാ, അടിപൊളി. അവിടെ കിടക്കുന്ന 2 ഷിപ്പുകൾ കണ്ടോ, റോയൽ കരീബിയൻ്റെ 2 ഷിപ്പുകളാണ്. അതിൽ ഒരു വെസൽ നമ്മുടെയാണ്. എനിക്കൊന്ന് റൈറ്റ് സൈഡിൽ കിടക്കുന്ന, അതായത് ഈ കാണുന്ന രണ്ടാമത്തെ വെസൽ റൈറ്റ് സൈഡിൽ കിടക്കുന്ന വെസലാണ് നമ്മുടേത്. നമ്മൾ അവിടുന്ന് പോർട്ടിലിറങ്ങി നടന്ന് ഇതുവഴി ഇങ്ങനെ ഇവിടെ വന്നു ഈ ബീച്ചിൽ. അപ്പം എന്ത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഇപ്പോൾ നമ്മൾ കോസമേൽ മെക്സിക്കോയിലാണ് നിൽക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കുറേ കാര്യങ്ങളും ഷോപ്പിംഗ് ആക്ടിവിറ്റീസ്, പലതരം ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് സ്നോർക്ലിംഗ്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യാം. നമ്മളിവിടെ ചെയ്യുന്നില്ല. ഏതായാലും ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. സോഫാർ നമ്മൾ 2 ദിവസം ക്രൂസ് ചെയ്തു. നമ്മൾ ഇവിടെ ഇപ്പം ഒരു മിനി ബ്രേക്ക് എടുക്കുകയാണ്. ഒരു ദിവസം രാവിലെ നമ്മൾ 7 മണിയായപ്പോൾ വന്നു. 5 മണിയാകുമ്പോൾ നമ്മുടെ ഷിപ്പ് തിരിച്ചു പോകും. അപ്പം അഗെയിൻ ഈ ഫുൾ ടൈമിലും നമ്മുടെ ഷിപ്പ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം അവരവിടെ പ്രൊവൈഡ് ചെയ്യും. അതിനായിട്ട് നമുക്ക് അവിടെ പോകാൻ തിരിച്ച്. അല്ലെങ്കിൽ നമുക്കിവിടെ സ്റ്റേ ചെയ്ത് ഇവിടുത്തെ ആക്ടിവിറ്റീസും ഇവിടുത്തെ ലോക്കൽ കൾച്ചറുമായിട്ട് നമുക്കിവിടെ ഇടപെടാനുമുള്ള ആ ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. ഞങ്ങളേതായാലും രാവിലെ ഇറങ്ങി കുറേ നേരം ഇവിടെ എക്സ്പ്ലോർ ചെയ്തു. ബീച്ചിലൊക്കെ വന്നു, കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. വളരെ രസകരമാണ്. പക്ഷേ ഏതൊരു സ്ഥലത്തെയും പോലെയും ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതുകൊണ്ട് തന്നെ സംഭവങ്ങൾക്കെല്ലാം വളരെ എക്സ്പെൻസീവാണ്. എല്ലാം വളരെ എക്സ്പെൻസീവാണ്. മെക്സിക്കോ ആണെന്ന് പറഞ്ഞാലും എല്ലാം ടൂറിസ്റ്റുകളെ മനസ്സിൽ കണ്ടുകൊണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന കടകളും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാം വളരെ എക്സ്പെൻസീവാണ്. ഇനിയിപ്പോൾ നമുക്ക് ഷിപ്പിലേക്ക് തിരിച്ചു പോകാം. അവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വേറെ എന്താ പരിപാടി നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോസിൽ നമുക്ക് കൂടുതൽ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാം. പ്രത്യേകിച്ച് തിരിച്ച് നമ്മൾ ഷിപ്പിൽ ചെല്ലുന്നതും പിന്നെ അതിനുശേഷം നമ്മൾ കോക്കോക്കെ എന്ന് പറഞ്ഞ ഒരു ഐലൻഡിൽ പോകുന്നുണ്ട്. ആ ഐലൻഡിലാണ് നമ്മൾ ഒരു ദിവസം നെക്സ്റ്റ് ഡേ, അതായത് അടുത്ത ദിവസം മുഴുവൻ നമ്മൾ ആ ഒരു ഐലൻഡിലാണ്. അതിനുശേഷം നമ്മൾ ഫ്ലോറിഡയിലേക്ക് തിരിച്ചു പോയി ഈ ഒരു ക്രൂസ് വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ അടുത്ത എപ്പിസോഡ്സിൽ നിങ്ങൾക്ക് ഈ വിഷ്വൽസ് എല്ലാം കാണാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് അടിച്ചിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് അടിക്കുക. അടുത്ത വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു.